വേട്ടയാടൽ, പരാജയം, തുടർ പരാജയങ്ങൾ, ഇവയ്ക്കെല്ലാം മനുഷ്യനെ തളർത്തിക്കളയാൻ പറ്റുമോ? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം. അതിനുള്ള ജീവിക്കുന്ന ഉദാഹരണമല്ലേ രാഹുൽ ഗാന്ധി? വീണിടത്തു നിന്ന് അയാൾ എഴുന്നേറ്റ് നടന്ന ദൂരത്തിലല്ലേ സ്നേഹത്തിന്റെ അനേകം കടകൾ തുറക്കപ്പെട്ടത്? അവിടങ്ങളിൽ തന്നെയല്ലേ വെറുപ്പിന്റെ ചന്തകൾ വെന്ത് വെണ്ണീറായത്? നമ്മുടെ ഭരണഘടന തകർക്കപ്പെടുന്നു. നമ്മുടെ യുവജനങ്ങൾക്ക് തൊഴിലില്ല. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. നമ്മുടെ സഹോദരിമാർക്കിവിടെ സുരക്ഷയേ ഇല്ല എന്നയാൾ വിളിച്ചു പറയുന്നു. അതിസമ്പന്നന്റെ നഗരങ്ങളുടേതല്ല ഇന്ത്യ. ദരിദ്രന്റെ അടുപ്പിൽ തീ പുകയണം. അതിന് സമ്പത്തിന്റെ വിതരണം നീതിപൂർവമാകണമെന്ന് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ തെരുവിൽ മൈക്ക് കെട്ടി പറയുന്നു. വെയിലും വിശപ്പും കണ്ണീരുമറിയുന്ന രാഷ്ട്രീയക്കാരൻ. അയാൾ ആ കണ്ണുനീരിനൊപ്പം സഞ്ചരിക്കുന്നു. ഇസ്ത്രിയിട്ട് തേച്ചു മിനുക്കി വടിവൊത്ത ഭാഷയിൽ മുന്നിലുള്ള മനുഷ്യരെ പേടിപ്പിച്ചനുസരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ കറുത്തൊരു പാൻസും വെളുത്ത ബനിയനുമിട്ട് രാഹുൽ കരയുന്ന, ചിരിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന നേതാവ്. വലിയ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച രാഹുൽ തെരുവിലേക്കിറങ്ങി മനുഷ്യരെ കാണുന്നു. അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് വെറുപ്പിനെ വലിച്ചെറിഞ്ഞ് സ്നേഹത്തിന്റെ മാത്രം നാളെയെക്കുറിച്ചുള്ളൊരു സുഖമുള്ള പ്രതീക്ഷ നിറയ്ക്കുന്നു. പ്രിയപ്പെട്ട രാഹുൽ, നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കൂ. പിറന്നാൾ ആശംസകൾ. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.